നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ ഓരോ വീടുകളിൽ എന്തൊക്കെ ശുഭകരമായിട്ടുള്ള തത്വങ്ങൾ വീട്ടിൽ വയ്ക്കാം എന്നുള്ളതാണ്. അത് വെച്ചാൽ നമുക്ക് എന്താണ് ഗുണം? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഓരോ എപ്പിസോഡിലും സിദ്ധതാന്ത്രികം എന്നുള്ള കൺസെപ്റ്റിൽ വെച്ച് പല കാര്യങ്ങളും വീട്ടിൽ വെച്ചാൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടായി. അതേപോലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങൾ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ടായി. അതൊന്നുകൂടി ഇൻക്ലൂഡ് ചെയ്ത് എന്തൊക്കെ തത്വങ്ങളാണ് നമുക്ക് വീട്ടിൽ വെച്ചാൽ ഗുണം. ഒന്ന്, ഉമ്മത്തിൻകായ. അത് നമ്മുടെ പടിവാതിലകത്തായിട്ട് ഇടത്തെ സൈഡിൽ ഒരു കിറ്റിലാക്കി ചുമല തുണിയോ അതിൽ ഉൾപ്പെടുത്തി ഒരു കിറ്റിലായി തൂക്കിയിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി വരാതെയും മാത്രമല്ല കുടുംബ ബന്ധം ദൃഢമായ ഒരു അവസ്ഥയിലും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ. അതാണ് ഉമ്മത്തിൻകായ വെച്ചാലുള്ള ഗുണം. മാത്രവുമല്ല, നമ്മുടെ ധനം നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാത്ത ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എപ്പോഴും. കാരണം ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായാണ് ഉമ്മത്തിൻകായ, പ്രത്യേകിച്ച് ഭൈരവന്. ഇത് കൂടുതലും ശ്മശാനങ്ങളിലായിരിക്കും കൂടുതൽ ഉമ്മത്തിൻകായ ഈ ചെടി കാണപ്പെടുന്നത്. ഉമ്മത്തിൻകായയുടെ പുഷ്പാഞ്ജലി പോലെ ഉമ്മത്തിൻകായ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽക്കും മേതെ എന്നുള്ള കൺസെപ്റ്റ് ശിവാരാധനയ്ക്കില്ല എന്ന് തന്നെ പറയാം. ബിൽവവും ഉമ്മത്തിൻകായയും ഒരു പ്രധാന ഘടകമാണ് ശിവാരാധനയിൽ. അപ്പോൾ ആ ഒരു നാം എപ്പോഴും വീട്ടിൽ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഈവൻ മൃത്യുഭയം വരെ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് സിദ്ധശാസ്ത്രങ്ങൾ നമുക്ക് അനുശാസിക്കുന്നത്. രണ്ടാമത് വരുന്നത് രക്തചന്ദനം. നമുക്കറിയാം, മഹാഗണപതി സിദ്ധിവിനായകന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലേപനമാണ് രക്തചന്ദനം. അതിൻ്റെ തടി നമ്മുടെ അലമാരയിലോ വിളക്ക് കൊളുത്തുന്ന മന്ദിരത്തിലോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ബ്ലോക്ക്, ഫൈനാൻഷ്യലായാലും ലൈഫായാലും എല്ലാം പൂർണ്ണമായിട്ട് നീങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. രക്തചന്ദനവും കറുകയും കൂട്ടിക്കെട്ടി, ചുമലച്ചരടുകൊട്ട് കൂട്ടിക്കെട്ടി ഗണപതി വിഗ്രഹത്തിൻ്റെ അടുക്കൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ബ്ലോക്കും മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ആഞ്ഞലിയുടെയും വെളുത്ത ചെമ്പകത്തിൻ്റെയും തടി വെച്ചുണ്ടാകുന്ന മണി ബോക്സ്. പണ്ട് ഈ പലിശയ്ക്ക് പണം കൊടുത്തുകൊണ്ടിരുന്ന പണ്ടത്തെ പ്രമാണിമാർ ഇങ്ങനെയുള്ള തടികൾ ആയിരിക്കും കൂടുതൽ ധനം അല്ലെങ്കിൽ വാല്യൂബിൾ ആയിട്ടുള്ള രത്നങ്ങൾ, മാലകളൊക്കെ വയ്ക്കുക. കാരണം അതെപ്പോഴും നിലനിൽക്കുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ രണ്ട് തടികൾ വെച്ചുണ്ടായ ബോക്സ്. ഇപ്പോൾ ഒട്ടുമിക്ക ഷോപ്സിലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. ഇപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് ചെറിയൊരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ നമുക്ക് വീട്ടിൽ വെക്കാവുന്നത് ഇലഞ്ഞിയുടെ തടി, അതേപോലെ കാഞ്ഞിരത്തിൻ്റെ തടി നമുക്ക് റൂമിലും, നമ്മുടെ മുമ്പിലത്തെ വെൽക്കം റൂമിലും, അതേപോലെ പൂജാ റൂമിലും നമുക്ക് വെക്കാം. കാരണം ഇത് നെഗറ്റിവിറ്റി, ബാധകളെ തുരത്തുന്നു എന്നുള്ള കൺസെപ്റ്റാണ് ഇതിൻ്റെ ആക്ഷൻ. എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് കാഞ്ഞിരം.
കാഞ്ഞിരം നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്കവരും മെൻ്റലി സ്ട്രെയിൻ എടുക്കുന്നവരാണ്, പ്രത്യേകിച്ച് ലേഡീസും അതായത് ജോലി ചെയ്യുന്നവർ, കൂടുതലും ബിസിനസ് ചെയ്യുന്നവർക്കും രാത്രി കിടക്കുമ്പോൾ ഉറക്കമില്ലായ്മ, അതൊക്കെ ഇങ്ങനത്തെ സ്ട്രെസ്, മെൻ്റൽ സ്ട്രെസ് മാത്രമല്ല ബാധാദോഷങ്ങൾ, ഇതൊക്കെ ഈ ഒരു തടി പൂർണ്ണമായിട്ടും കാഞ്ഞിരക്കട്ട എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമ്മുടെ ലൈഫിൽ, നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാക്കുന്നു. പിന്നെ വരുന്നത് കരിങ്ങാലിക്കട്ട എന്ന് പറയും. കരിങ്ങാലി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കരിങ്ങാലിയുടെ തടിയല്ല, അത് കരിങ്ങാലിക്കട്ടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും അതിൻ്റെ കാതലാണ് കൂടുതലും നാം യൂസ് ചെയ്യുന്നത്. ആ കാതലിന് റെഡ് കളർ, ഈട്ടിയുടെ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെ കളറായിരിക്കും. അത് നാം വീട്ടിൽ സ്ഥാപിക്കുന്നത്, കാരണം ഇത് സ്വയംഭൂവാണ്, എല്ലാ ദേവതകളും അതിൽ വസിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു ബാധ ആടുന്ന ഒരു വ്യക്തിക്ക് ഈ കട്ട, അതായത് ഈ വടി ആ ശരീരത്തിൽ തൊടുകയാണെങ്കിൽ ആ ബാധ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ, തൊടുന്ന മാത്രയിൽ തന്നെ ആ ബാധ ആ ശരീരം വിട്ട് ഒഴിഞ്ഞു പോകും. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ആ ബാധ, ഏതൊരു ബാധ ആടുകയാണെങ്കിൽ തന്നെ ഈ കരിങ്ങാലിക്കട്ട വെച്ച മാത്രയിൽ തന്നെ ആ ബാധ ആ ശരീരം വിട്ടു പോകുന്നു. അത്രയ്ക്ക് പവർഫുള്ളാണ്. നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത, അതായത് നമ്മുടെ വരുന്ന മുൻ തലമുറക്കാർ, നമ്മുടെ ഇളം തലമുറക്കാർക്ക് പകർന്നു കൊടുക്കാത്ത ഒരു ഘടകങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നാം പകർന്നു കൊടുത്തായിരുന്നെങ്കിൽ, ഇതൊക്കെ ആർജിക്കാൻ നമ്മൾക്കും ഒരു ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഉണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. നമുക്ക് പണ്ട് കാരണവന്മാർ അത് നമുക്ക് പകർന്നു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് അവരിൽ നിന്ന് ആർജിച്ചിരുന്നെങ്കിൽ, നമുക്ക് ഈ വരുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നവും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ലായിരുന്നു. പക്ഷെ ഇതിൻ്റെയൊക്കെ അഭാവം മൂലമാണ് നാം ഓരോന്ന്, വാസ്തുദോഷമാണെങ്കിലും ജീവിതത്തിൽ രോഗാവസ്ഥയാണെങ്കിലും മെൻ്റൽ സ്ട്രെയിൻ ബാധികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും ബാധാദോഷങ്ങളാണെങ്കിൽ തന്നെയും അതിനുള്ള എല്ലാ ഒറ്റമൂലികളും നമ്മുടെ സിദ്ധതത്വത്തിൽ ഉണ്ടാകും. പക്ഷെ അതൊന്നും നമുക്ക് പകർന്നു തരാനോ അതിനുള്ള സമയമോ നമുക്കില്ലാതെ പോയി. കരിങ്ങാലിക്കട്ട എന്ന് പറഞ്ഞത് വളരെ വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും വെക്കേണ്ട, വിളക്കിൻ്റെ അടുത്ത് നമ്മൾക്ക് വെച്ച്, നമ്മൾ പൂജാമുറിയിൽ വിളക്കിന് കൊളുത്തുന്ന സ്ഥലത്ത് ഭഗവാന്റെ താഴത്തെ അത് വെച്ചാൽ മാത്രം മതിയാവും. അതിന് പൂർണ്ണമായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും വാസം ആ കരിങ്ങാലിക്കട്ടയിലുണ്ട്. പിന്നെ വരുന്നത് എരിക്ക്, വെള്ള എരിക്ക്. വെള്ള എരിക്കിൻ്റെ ഇപ്പോൾ ഗണപതി, നമ്മൾ പഴനിയിലൊക്കെ ചെന്നാൽ അറിയാം, വെള്ളരിക്ക് വെച്ച് നമ്മൾ ഗണപതി മൂർത്തികളൊക്കെ ഉണ്ടാവും. പൂർണ്ണമായിട്ടും ഇതിലും സ്വയംഭൂവായിട്ടുള്ള എല്ലാ ദേവതകളുടെയും പ്രസൻസ് ഉണ്ട്. അത് നമ്മൾ വീടിൻ്റെ മുമ്പിൽ നടുകയാണെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുമ്പിൽ നടുമ്പോൾ, തുളസിയുടെ അടുത്ത് നടുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ദൃഷ്ടിദോഷങ്ങൾ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത്, മാത്രമല്ല വെള്ളരിക്ക് ഏത് ഭൂമിയിലാണോ വളരുന്നത് ആ ഭൂമിയിൽ ഒരിക്കലും ബ്ലാക്ക് മാജിക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പ്യൂരിറ്റി ഉണ്ടാവും, അത്രയ്ക്കൊരു ബാഹരികമായിട്ടുള്ള ഒരു വലയം ആ ചെടി ആ സ്ഥലത്തും ഗ്രഹത്തിനും സ്ഥലത്തിനും പൂർണ്ണ രക്ഷയേകുന്ന ഒരു കോൺസെപ്റ്റാണ്. വെള്ളരിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് താനെ വളരുന്ന ഒരു പ്രകൃതമാണ്, ഒരവസ്ഥയാണ് ആ ചെടിക്ക്. ഈ ചെടി എപ്പോഴും പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ബാധാദോഷങ്ങളോ ദൃഷ്ടിദോഷമോ വാസ്തുദോഷമോ ഒന്നും തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളെപ്പോഴും മനസ്സിലിരുത്തുക. മാത്രമല്ല, കറുക എന്നുള്ള കൺസെപ്റ്റ് വീട്ടിലെപ്പോഴും, നമ്മുടെ വീട്ടിലെപ്പോഴും തന്നെ പൂജാമുറിയിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ്. കാരണം നാം രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുമ്പോൾ ആ കറുകയിൽ കാണുന്നത് തന്നെ ഒരു ശുഭ ലക്ഷണമാണ്. പിന്നെ വരുന്നത്, നാം എന്തെങ്കിലും നല്ല കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ
മധുരം നുണഞ്ഞ് വേണം പുറത്തിറങ്ങാൻ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് അമ്മയോ അമ്മുമ്മയോ പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു തട്ടമായിട്ട് വന്ന് ഉഴിഞ്ഞ് കുങ്കുമം നെറ്റിക്ക് തൊട്ട് മധുരം കഴിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ കാലം അനുസരിച്ച് അത് നമ്മളിൽ നിന്നും വിട്ടുമാറി. ഇപ്പോഴും കുറച്ച് പേര് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ആചരിക്കുന്നു. പക്ഷെ നമ്മളിൽ കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ട് അതൊക്കെ ഒരു അന്ധവിശ്വാസം എന്നുള്ള കൺസെപ്റ്റ് ആയിപ്പോയി. പക്ഷെ ഇതൊരു പരീക്ഷണം നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം, നല്ല മാറ്റം, പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും എൻ്റെ സിദ്ധചക്രങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുവാനും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും കുണ്ടലിനി എനർജിയെയും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന ഏത് തരത്തിലുള്ള മാനസികമോ ഫിസിക്കലി ആയിട്ടുള്ള ഏത് ഭാവത്തെയും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ട് തരാവുന്നതാണ്. കാരണം കോൾ വിളിക്കാൻ പറയുമ്പോൾ ഒട്ടുമിക്ക നിങ്ങൾക്കറിയാം ഡേ ടൈമിൽ ഞാൻ സൈലൻ്റ് ആക്കിയാണ് ഇടാണ്. കാരണം രാവിലെ പൂജ ഉപാസന കഴിഞ്ഞ് നേരെ വൈബ്രേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ളവരെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോള് മാക്സിമം ഒഴിവാക്കുക. കാരണം റേഡിയേഷൻ അതൊരു ബാധകമായതുകൊണ്ട്. പിന്നെ വൈകുന്നേരം 9-9:30 ആകുമ്പോൾ ഞാൻ ഫ്രീ ആവും. എന്നാൽ മാക്സിമം വിളിക്കുന്ന കോൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് എനിക്ക് വാട്സപ്പിൽ മെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. താഴെ ഞാൻ നമ്പറും അഡ്രസ്സും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടാവുന്ന ഏത് തരത്തിലുള്ള മാനസികമോ അല്ലെങ്കിൽ ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ബാധാദോഷങ്ങളാണെങ്കിൽ തന്നെയും. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് എത്രയാവും ഫീസ് എന്നൊക്കെ. മറ്റുള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഫീസ് എന്നുള്ള കൺസെപ്റ്റ് അല്ല. തികച്ചും ശിവതത്വം എന്താണെന്ന് അറിയുക, ശിവശക്തിയിൽ ശിവനാമം ജപിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശക്തി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് അതെല്ലാവർക്കും അറിയിക്കുക. ധനമല്ല ഇവിടെ പ്രാധാന്യം, മനുഷ്യ സ്നേഹമാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് മറ്റുള്ള കൺസെപ്റ്റുമായിട്ട് തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നവർ ഒരു കുടുംബ അംഗങ്ങളെപ്പോലെ ആയിത്തീരുന്നു. തമ്മിൽ ഒരു സ്നേഹം വളരുവാനും ഒരു കുടുംബം എന്നുള്ളൊരു അന്തരീക്ഷം നമ്മളിൽ. അതുകൊണ്ട് തന്നെയാണ് പഴനി യാത്ര നാം ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതും. അവിടെ റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല. തികച്ചും ദൈവത്തികമായിട്ടുള്ള ആ ദൈവസ്പർശത്തോടു കൂടിയുള്ള ആ യാത്ര നമ്മളെല്ലാവരും ഒന്നാണ്. ഒരു കുടുംബത്തിൽ ഓരോ അംഗങ്ങൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്ന ആ ശിവനാമം എത്രയും ശക്തിയുണ്ട് ആ നാമത്തിന് എന്ന് അറിയിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.